ഹലോ സുഹൃത്തുക്കളെ, ഞാൻ ഇന്നിപ്പം ഈ ലൈവ് വരാൻ കാരണം ഒരു സുപ്രധാന വിഷയത്തെക്കുറിച്ച് സംസാരിക്കാനാണ്. നമ്മുടെ ശവകല ദലിതനെ പഠിപ്പിക്കാൻ ഇറങ്ങിയിട്ടുണ്ട്. ദലിതൻ ഏത് പാട്ട് പാടണം, ഏത് ആചാരം അനുഷ്ഠിക്കണം എന്നൊക്കെ ശവകലയാണ് തീരുമാനിക്കുന്നത്. അപ്പം ഇനിയത്തെ ദലിതൻ്റെ മുഖ്യ അജണ്ട ശവകല എന്ത് പറയുന്നു അത് നമ്മൾ ദലിതരെല്ലാം കേൾക്കുക എന്നുള്ളതാണ് നമ്മുടെ മുഖ്യ അജണ്ട. ശവകല പറയുന്നത് കേട്ട് ക്ഷേത്രങ്ങളുടെ സ്വത്ത് പോയെന്ന്. ഈ ക്ഷേത്രങ്ങളുടെ സ്വത്ത് എങ്ങനെ ഉണ്ടായെന്ന് ആദ്യം ശവകല ആദ്യം ഒന്ന് തിരിച്ചറിയണം. ഇവിടുത്തെ പട്ടികജാതിക്കാരനും പട്ടികവർഗക്കാരനും വെട്ടി അവനെ കൊണ്ട് വേല ചെയ്ത് ഒന്നും കൊടുക്കാതെ പട്ടിണി കിടത്തി ഒരു നേരത്തെ ആഹാരത്തിന് പോലും വകയില്ലാതെ അവൻ്റെ സ്വത്തുക്കളെല്ലാം പിടിച്ചു പറിച്ച് ബ്രാഹ്മണ സമൂഹം കൂട്ടിവെച്ച സ്വത്തുക്കളാണ് ഈ ക്ഷേത്രങ്ങൾക്കൊക്കെ ഉള്ളത്. ആ ക്ഷേത്രത്തിൻ്റെ സ്വത്താണ് അവർക്കിപ്പം തിരിച്ചു ചോദിക്കുന്നത്. കാരണം അതായത് വീണ്ടും പട്ടികജാതിക്കാരൻ ഏത് രീതിയിൽ കഴിയണമെന്ന് അവർ തീരുമാനിക്കുമെന്നാണ് അവർ പറയാതെ പറഞ്ഞു വെച്ചിരിക്കുന്നത്. നമ്മൾ പട്ടികജാതിക്കാരനും ദലിതനും പിന്നോക്കക്കാരനും SNDP ഉൾപ്പെടെയുള്ള പിന്നോക്കക്കാരനും ഇത് 100% അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ്. SNDPക്കാരനൊന്നും ഇവിടെ ഇന്നും ഹിന്ദുക്കളൊന്നുമല്ല ഇവരുടെയൊക്കെ കാഴ്ചപ്പാടിൽ. ഇപ്പോഴും SNDPയൊക്കെ വലിയ SNDPയുടെ ചരിത്രമറിയാത്ത കൊച്ചു സഹോദരങ്ങൾ ഈ RSSനൊക്കെ കൂടി പിടിക്കുമ്പം അവരൊന്ന് മനസ്സിലാക്കിക്കോണം, അവരുടെ ആവശ്യം കഴിയുമ്പോൾ എന്നെയും നിങ്ങളെയൊക്കെ അവർ തള്ളിക്കളയും. നമ്മളെ ഇപ്പോൾ അവർ വിലക്കെടുത്തിരിക്കുകയാണ് അവരുടെ ആവശ്യം നടക്കുന്നതിന് വേണ്ടി. കാരണം നിങ്ങൾ UPയിലൊക്കെ കണ്ടോ ഏത് രീതിയിലാണ് കാര്യങ്ങളൊക്കെ നടക്കുന്നത്. UPയിലും നോർത്ത് ഇന്ത്യൻ ഏരിയകളിലൊക്കെ നടക്കുന്ന കാര്യങ്ങളൊക്കെ ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകുമെന്ന് നമ്മൾ വിചാരിക്കുന്നു. അപ്പം ഇവിടുത്തെ പിന്നോക്കക്കാരനും ദലിതനും പട്ടികജാതിക്കാരനും ഒക്കെ, പിന്നെ ശശികല തുണി ഊരി നടക്കുകയോ ഡാൻസ് കളിക്കുകയോ ഒക്കെ ചെയ്തു, നമുക്കതിനൊന്നും വിരോധമൊന്നുമില്ല. വേടൻ ചിലപ്പോൾ തുണി ഇല്ലാതെയും നടക്കും. നിങ്ങളത് വേടൻ്റെ നോക്കാൻ പോകണ്ട. നിങ്ങൾ നോക്കിയാൽ വേടത്തിൻ്റെ ഇപ്പം വേടൻ സമ്മതിക്കത്തുമില്ല. അപ്പം അതുകൊണ്ട് ശവകല ആ രീതിയിലൊന്നും ചിന്തിക്കണ്ട. വേടൻ തുണിയില്ലാതെ നടക്കുന്ന വേടൻ നാണം മറച്ചു തന്നെയാണ് നിൽക്കുന്നത്. കാരണം ഈ നിന്നെപ്പോണക്കുള്ള പന്ന തെണ്ടികൾ, പണ്ടത്തെ ആൾക്കാർ, അന്ന് ഞങ്ങൾക്കൊന്നും തുണി കൊടുക്കാൻ ഞങ്ങളുടെ പൂർവികരെ കൊണ്ട് സമ്മതിച്ചിട്ടില്ല. അതിൽ കൂടുതലൊന്നും ഇല്ലല്ലോ ഇപ്പോൾ ഈ വേടം കാണിക്കുന്നത്. അപ്പം വിഷകലയും ശവകലയും അതൊന്നും തീരുമാനിക്കേണ്ട. ഞങ്ങൾ ഏത് പാട്ട് പാടണമെന്നോ അല്ലെങ്കിൽ ഏത് മതം സ്വീകരിക്കണമെന്നോ ഒന്നും ശവകലയൊന്നും തീരുമാനിക്കേണ്ട യാതൊരു കാര്യവുമില്ല. നിങ്ങളെങ്ങനെ പോകണമെന്ന് ഇനി ഇവിടുത്തെ പട്ടികജാതിക്കാരനും ദലിതനും പിന്നോക്കനും തീരുമാനിക്കും. നിങ്ങൾ സൂക്ഷിച്ചിരിക്കുക, നിങ്ങൾക്ക് നല്ല, നിങ്ങൾ വിഷം മാത്രമാണ് തുപ്പുന്നത്. ഞങ്ങളെ പണക്കുള്ളവർക്കൊക്കെ ഇതൊന്നും ഞങ്ങളെ കൊണ്ട് പറയിപ്പിച്ചേ നിങ്ങൾ അടങ്ങുകയുള്ളൂ എന്നുള്ളത് നിങ്ങൾ ശപഥം ചെയ്തിരിക്കുകയാണ്. വിഷകല നിങ്ങളുടെ കാര്യങ്ങളൊന്നും ഒരു വേടൻ്റെ ഒരു പാട്ടിൽ നിങ്ങൾ സ്തംഭിച്ച് പോയപ്പം, അപ്പോൾ ഇനിയും വരാൻ പോകുന്ന പാട്ടുകളിലോ അല്ലെങ്കിൽ അവൻ്റെ ആ ചിന്താഗതിയിലോ നിങ്ങൾ എന്തുമാത്രം ഭയന്ന് വിറയ്ക്കുന്നു എന്നുള്ളതാണ് അതിൻ്റെ ചിന്താഗതി. ജനം TV പറയുന്നത് കേട്ട് 5 വർഷത്തിന് മുമ്പ് വേടൻ മോദിയെ അവഹേളിച്ചെന്ന്. മോദി ആരാ? ഇന്ത്യൻ പ്രധാനമന്ത്രിയാ. തെറ്റ് കണ്ടു കഴിഞ്ഞാൽ തെറ്റാണെന്ന് തന്നെ പറയും. അതിനകത്ത് യാതൊരു കാര്യവുമില്ല. നിങ്ങൾ പിന്നെ വേടനെതിരെ കേസ് കൊടുക്ക്. കാരണം ഈ വിഷയത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അല്ലാതിരുന്ന സമയത്ത് പ്രധാനമന്ത്രിക്കെതിരെ കേസുണ്ടായിരുന്നു. അത് വ്യക്തമായ കാര്യങ്ങളും തെളിവുകളും അത് തന്നെയാണ് അത് പറയുന്നതും. പ്രധാനമന്ത്രി കുറ്റക്കാരനാക്കി കുറ്റക്കാരനാ, പ്രധാനമന്ത്രിയാണ് അവിടുത്തെ കുറ്റക്കാരൻ. കാരണം ഗോദ്ര സംഭവം നടക്കുമ്പോൾ അന്ന് പ്രധാനമന്ത്രിയായിരുന്ന, അതായത് ഗുജറാത്തിൻ്റെ മുഖ്യമന്ത്രിയായിരുന്നു നരേന്ദ്രമോദി. അന്ന് അവിടെ ആ ഒരു സംഭവം നടന്ന അതിൻ്റെ കുറ്റക്കാരൻ അന്നത്തെ മുഖ്യമന്ത്രിയാ അതിന് കാരണക്കാരൻ. അതിന് മലൻ TV അതിന്
ചങ്കിടിച്ചിട്ടൊന്നും ഒരു കാര്യമില്ല. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറയും. അയാൾ ഒരു ഇന്ത്യൻ പൗരനാ, വേടന് ഒരു ഇന്ത്യൻ പൗരനാ, ഞാൻ നീയും മലവും എല്ലാം ഒരു ഇന്ത്യൻ പൗരനാണെന്ന് ഞങ്ങൾ കാണുന്നുള്ളൂ. നിനക്ക് വലിയ കൊമ്പും ഒക്കെ ഉണ്ടെങ്കിൽ നീ അത് നിൻ്റെ കയ്യിൽ അങ്ങ് വെച്ചാൽ മതി. നീ വിളച്ചിൽ കൊടുത്തുകൊണ്ട് വരരുത്. ഇതന്നെ ഞങ്ങളെ കൊണ്ട് നീ പറയിപ്പിക്കുകയാണ്. പറയിപ്പിക്കാനുള്ള ഇട ഉണ്ടാക്കാതിരിക്കുന്നത് നിങ്ങൾക്ക് നല്ലത്. പ്രത്യേകിച്ച് ഞങ്ങളുടെ രോക്ഷങ്ങൾ ഞങ്ങൾ അടക്കിപ്പിടിച്ച് നിങ്ങൾ വർഷങ്ങളായിട്ട് ഒതുക്കിപ്പിടിച്ച് നിൽക്കുന്ന മനുഷ്യരാണ്. 4-3-7 പേർക്ക് വേണ്ടി ഞങ്ങളുടെ ആ രോക്ഷം നിങ്ങൾ ആളിക്കത്തിക്കരുത് നിങ്ങളുടെ വാക്കുകളിൽ നിന്ന്. ഞങ്ങൾ ഒതുങ്ങി നിൽക്കുന്നത് എന്തിനാണെന്നറിയാമോ? ഞങ്ങൾക്ക് ശബ്ദിക്കാൻ അറിയാൻ വയ്യാഞ്ഞിട്ടല്ല. ഞങ്ങൾ ശബ്ദിച്ചു കഴിഞ്ഞാൽ നീയൊന്നും ഈ കളത്തിൽ കാണത്തില്ല. അതുകൊണ്ട് ശവകലയും മലവും ഒക്കെ നിങ്ങളുടെ കാര്യം നോക്കുക. ഇവിടുത്തെ പട്ടികജാതിക്കാരൻ്റെയും പിന്നോക്കക്കാരൻ്റെയും ദളിതൻ്റെയും അവരൊരു വ്യക്തിപരമായിട്ട് അവരങ്ങ് നോക്കിക്കോളും. ഈ പറയുന്ന എനിക്ക് പട്ടികജാതിക്കാരൻ്റെയോ അല്ലെങ്കിൽ ഒരു പിന്നോക്കക്കാരൻ്റെയോ കാര്യമൊന്നും നോക്കാൻ എന്നെ കൊണ്ട് പറ്റുന്നതല്ല. അത് പല ചിന്താഗതിക്കാരാണ് അവർ. ശശികല പറയണമെന്നുണ്ടോ ഇവിടുത്തെ പട്ടികജാതിക്കാരന് തന്നെ ഇതേ നടക്കുള്ളൂ. അത് നീ നിൻ്റെ വീട്ടിൽ നടത്തിക്കോ. നിൻ്റെ തീരുമാനത്തിൽ നിൻ്റെ വീട്ടിൽ നിൻ്റെ ഭർത്താവിനോട് പറ. തുണിയില്ലാതെ നടക്കുമോ? നീ നിൻ്റെ ഭർത്താവ് തുണിയില്ലാതെ വേറെ ആരുടെ കൂടെ വേണേലും ആടുകയോ ഒക്കെ ചെയ്ത് അത് നിൻ്റെ വീട്ടിലേ നടക്കുകയുള്ളൂ. അതുകൊണ്ട് ശശികല ആ രീതിയിലൊന്നും സംസാരിക്കരുത്. എൻ്റെ കഞ്ചാവോടി നീ ആരാടി അവൻ്റെ തള്ളയ്ക്ക് വിളിക്കാൻ? നീ ഇണക്കത്തി പട്ടികജാതിക്കാരൻ്റെ എല്ലാം അല്ലെങ്കിൽ ദലിതൻ്റെയും പിന്നോക്കക്കാരൻ്റെ തന്തയ്ക്കും തള്ളയ്ക്കും വിളിക്കുക അല്ലയോടി അഹങ്കാരി. കഞ്ചാവോളി. ഈ ഓളി എന്നുള്ളത് എന്തുവാണെന്ന് നിനക്കറിയാമോ? വേടൻ നിൻ്റെ വീട്ടിൽ വന്നായിരുന്നു. ഞങ്ങളെക്കൊണ്ട് രോക്ഷ ഘടിപ്പിക്കരുത്. അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ദലിതൻ നിൻ്റെ വീട്ടിൽ വന്ന് കയറിയായിരുന്നു പാതിരാത്രിക്ക്. ഇതൊക്കെ സംസാരിക്കണ അതിൻ്റെ വാക്കിൻ്റെ അർത്ഥമൊക്കെ ഞങ്ങൾക്ക് കൃത്യമായിട്ടറിയാം. പണ്ട് ഞങ്ങൾക്ക് സംസ്കൃതം അറിയത്തില്ലായിരുന്നു, നീയൊന്നും ഞങ്ങളെ പഠിപ്പിച്ചിട്ടില്ല. പക്ഷേ ഇത് ഇന്ന് ഞങ്ങൾ പച്ച മലയാളം ഞങ്ങൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ വാക്കുകളുടെ അർത്ഥം ഞങ്ങൾക്ക് കൃത്യമായിട്ടറിയാം. ഞങ്ങളുടെ രോക്ഷം അടക്കിക്കൊണ്ടാണ് ഞാൻ എൻ്റെ ഈ ചാനലിൽ കൂടി ഞാനിത് പ്രകടിപ്പിക്കുകയാണ്. എൻ്റെ രോക്ഷം ഞാൻ പ്രകടിപ്പിക്കുകയാണ്. സമൂഹങ്ങൾ ഇത് നല്ലതാണോ അല്ലയോ എന്നൊക്കെ സമൂഹം ചിന്തിച്ചോണം, തീരുമാനിച്ചോണം. ഞാൻ എൻ്റെ രോക്ഷം പ്രകടിപ്പിച്ചു. അതുകൊണ്ട് ഞാൻ ഈ ചെറിയൊരു വീഡിയോ വൈൻഡ് ചെയ്യുന്നു. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.